എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും പറയാത്തത്? ഇനി ഇളയച്ചനുമായിട്ട് അടിവെച്ചാണോ? എങ്കിൽ അത് എന്റെ കുഴപ്പം കൊണ്ടല്ല. മാലുവിനെ കാണരുതെന്നും സ്നേഹിക്കരുതെന്നും ഒക്കെ എന്നോട് വന്ന് പറയാൻ അവനാരാ? ഇനി അവനല്ല, ഏത് കൊലവമ്പം എന്ന് പറഞ്ഞാലും ശരി, ഞാൻ ഈ പ്രേമത്തിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമില്ല. രാമഭദ്രൻ വിചാരിക്കുന്ന പോലെ എനിക്ക് രാമഭദ്രനോട് പ്രേമൊന്നുമില്ല. രാമഭദ്രൻ എന്നോട് ക്ഷമിക്കണം. ഞാൻ ഇത്രയും നാൾ പറഞ്ഞതൊക്കെ നുണയാ. എന്റെ ഈ പ്രേമവും സ്നേഹവും ഒക്കെ വെറും കള്ളത്തരമാ. ഞാൻ രാമഭദ്രനെ ചതിക്കുകയായിരുന്നു. എല്ലാം എന്റെ അച്ഛമ്മ പറഞ്ഞിട്ടാ. പക്ഷെ ഇപ്പോ നമ്മുടെ വീട്ടുകാർ തമ്മിലുള്ള ശത്രുതയുടെ ആഴം പരപ്പൊക്കെ മനസ്സിലാക്കിയപ്പോ മതിയാക്കുക. എന്റെ ഈ പ്രതികാരവും പകരം വീട്ടിലൊക്കെ ഞാൻ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുക. അതുകൊണ്ട് കഴിഞ്ഞതൊക്കെ രാമഭദ്രൻ മറക്കണം. വരട്ടെ. ഒന്ന് നിന്നേ. അങ്ങനെ അങ്ങോട്ട് പോയാലോ? എനിക്ക് പറയാനുള്ളത് കൂടി കേട്ടിട്ട് പോ. നീ എന്താ വിചാരിച്ചത്? നിന്നെ ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രേമിക്കുന്നെന്നോ? അയ്യടാ, പ്രേമിക്കാൻ പറ്റിയ ഒരു ചളുക്ക് എന്റെ ക്ലോസ് ഫ്രണ്ട് മായൻകുട്ടി പറഞ്ഞെന്ന ഐഡിയ. നിന്നെ വെച്ച് നിന്റെ കുടുംബത്തെ തകർക്കാവുന്നു. അതിനുവേണ്ടിയാ ഞാൻ അടുത്തത്. അല്ലാണ്ട് നിന്നെ കെട്ടിയെടുത്ത് എന്റെ കുടുംബത്ത് കൊണ്ടുപോയി വാഴിക്കാമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. മനസ്സിലായോ? ഇപ്പൊ നീയായിട്ടല്ല അവസാനിപ്പിച്ച സ്ഥിതിക്ക് ഞാനും എല്ലാം അവസാനിപ്പിച്ചേക്കാം. നീ എന്താ പറഞ്ഞത്? നിന്നെ മറക്കണമെന്ന്. ഇനി നിന്നെ ഓർത്തിട്ട് വേണ്ടേ മറക്കാൻ? ഞാൻ നിന്നെ വെറുക്കുന്നു. ഇപ്പൊ പറഞ്ഞതിലും 1000 മടങ്ങ്, 1000 മടങ്ങ്. ഗുഡ് ബൈ. എന്താണിത്? മനുഷ്യനെ ഉറങ്ങാനും സമ്മതിക്കില്ലേ? ഉറങ്ങുന്നോ? ബാക്കിയുള്ളവരെ ഉറക്കം കളഞ്ഞിട്ട് നീ കിടന്ന് ഉറങ്ങുന്നോ? ഇതെന്ത് പറ? ഞാനാണ് നിന്റെ ഉറക്കം കളഞ്ഞത്. നീയല്ലേ എല്ലാം പറഞ്ഞത്? വെറുതെ നടന്നിരുന്ന എന്റെ മനസ്സിൽ തീ കോരിയിട്ടിട്ട് അവന്റെ ഒടുക്കത്തെ കൂർക്കമ്മതി. അതിന് നീ എന്നെ അവളോട് പറഞ്ഞില്ല. നിനക്ക് അവളോട് പ്രേമമൊന്നുമില്ല. പിന്നെന്താ? അങ്ങനെ കൂടി പറഞ്ഞെന്ന് വെച്ച് എനിക്കതിന് പറ്റണ്ടേ? അവളെന്റെ മനസ്സിന് പോകണ്ടേ? കുഴപ്പമായി എന്നാ തോന്നുന്നത്. അല്ല, എന്താണ് പിശാചാ പുറകെ കൂടെ ഒന്ന് പേടിപ്പിക്കുന്നത്? പേടിപ്പിച്ച ഞാനാണ്, നീയല്ലേ? ഞാൻ നിന്നെ സമാധാനിപ്പിക്കാൻ വന്നതല്ലേ? സമാധാനിപ്പിക്കുന്നു? ഇങ്ങനെയാണോ സമാധാനിപ്പിക്കുന്നത്? ഞാൻ അച്ഛനും ചേട്ടന്മാരെ കുറിച്ച് ഓർത്ത് പേടിച്ചിരിക്കായിരുന്നു. അപ്പോഴാണ് അയാൾ പുറകെ കൂടെ ഒരു സമാധാനിപ്പീര്. ഇനിയിപ്പൊ പേടിച്ചിട്ട് എന്താടാ കാര്യം? നിനക്ക് ശരിക്കും പ്രേമം വന്നെങ്കിൽ നീ അങ്ങോട്ട് പ്രേമിക്കണം. ആരൊക്കെ എതിർത്താലും അവളെ കെട്ടണം. അങ്ങനെ അങ്ങ് തീരുമാനിക്കാൻ പറ്റും. എനിക്ക് ഇനിയും പലതും ആലോചിക്കാനുണ്ട്. എന്നാ ഒരു കാര്യം ചെയ്യ്. ഇന്ന് രാത്രി മുഴുവൻ നീ ഇവിടെ ഇങ്ങനെ ഇരുന്നാലോചിക്ക. ഞാൻ ഇങ്ങനെ ഇവിടെ കിടന്നാലോചിക്കാം. ഓക്കെ? ആലോചനക്കിടയിൽ ശല്യപ്പെടുത്തരുത്. ഗുഡ് നൈറ്റ്. അയ്യോ, ഈ പാതിരാത്രിയില് ഹോസ്റ്റലിനകത്ത് ഒച്ച വെക്കണ്ട. മാലുവിനെ രാത്രി തന്നെ വന്ന് കാണണമെന്ന് തോന്നി. വന്നു. പിന്നെ മാലുവിനെ മറക്കാനും വെറുക്കാനും ശ്രമിക്കായിരുന്നു. ഇതുവരെ സാധിച്ചില്ല. ഇനിയോട്ട് സാധിക്കുമെന്ന് തോന്നില്ല. ഇപ്പോഴാ എനിക്ക് ആ സത്യം മനസ്സിലായത്. ഞാൻ ശരിക്കും മാലുവിനെ ഇഷ്ടപ്പെട്ടു പോയി. I love you, Manu. I really love you. മാലുവിനും എന്നെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. മാലുവിൽ നിന്ന് തന്നെ എനിക്കത് കേൾക്കുകയും വേണം. രാമഭദ്ര, ഇപ്പൊ വേണ്ട, നാളെ കാലത്ത് ഞാൻ വരും. അപ്പോ ഗുഡ് നൈറ്റ്.
ഹലോ, ഇവിടത്തെ താമസമൊക്കെ സുഖാണല്ലോ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. വാടാ. ഒന്ന് കാണണല്ലോ. എക്സ്ക്യൂസ് മീ, ആ എനിക്ക് മാലുവിനെ ഒന്ന് കാണണം. മാലുനെയോ? അതെ. മാലു പോയല്ലോ. കാലത്തെ വീട്ടിൽ നിന്ന് ആള് വന്ന് കൂട്ടിക്കൊണ്ട് പോയി. എന്താ എന്താ പ്രശ്നം? ഏയ് ഒന്നുമില്ല. ഏയ് ഒന്നുമില്ല, വരട്ടെ. ഇനി നീയുമായിട്ടുള്ളത് വീട്ടിലും അറിഞ്ഞാണോ? രാമഭദ്ര, മാലു മനഃപൂർവ്വം പോയതാ രാമഭദ്രനെ ഇനി കാണാണ്ടിരിക്കാൻ. ഞങ്ങൾ പോലും പുറപ്പെടുമ്പോഴാ അറിഞ്ഞത്. വെളുപ്പിനെ വീട്ടിൽ നിന്ന് കാർ വരുത്തി പോവുകയായിരുന്നു. പിന്നെ രാമഭദ്രനോട് പറയാൻ പറഞ്ഞു ഇനി കാണാൻ ശ്രമിക്കരുതെന്ന്. എങ്കിൽ ഇതൊക്കെ അവൾക്ക് എന്നോട് നേരിട്ട് പറഞ്ഞൂടെ? ഞാൻ പിടിച്ച് വിഴുങ്ങുവോ? ഇതവളെ കാണാതിരിക്കുന്ന പ്രശ്നമില്ല. ആനപ്പാറ പോണെങ്കിൽ അവിടെ പോയി കാണും. ആനപ്പറയിലോ? എങ്ങനെ പോകുന്ന? നീ വാ. ആക്ച്വലി എന്താ പ്രോബ്ലം? मैं शायर तो नहीं, मैं शायर तो नहीं, मगर हंसी നീ ഇവിടെ നില്ലേ, ഞാൻ പോയേച്ചു വരാം. ഞാൻ കൂടെ വരാം. നീ എന്ത് വരുന്നു? ഒരു ധൈര്യത്തിന്. എനിക്ക് ധൈര്യക്കുറവൊന്നുമില്ല. എനിക്കുണ്ട്. എനിക്കിവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ ധൈര്യക്കുറവുണ്ട്. ചാകണമെങ്കിൽ നമുക്ക് ഒരുമിച്ച് ചാകണം. കൂട്ട് തല്ലി പൊട്ടിക്കണം. ചാട് ചാട്. मैं कहती है तुम जब छोटे थे तो अपने जन्मदिन पर तुमने आदमी के कालिकों को बैकवर्ड समझ लिया था। अच्छा മുറുകെ പിടിച്ചോളാം. മോളിൽ ചെല്ലുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായ വിസിലടിച്ചാൽ മതി. വിസില് അപ്പോ നിന്റെ വീട്ടിൽ അറിയിക്കാം. പോടാ പുല്ലേ. तुमने उसका दांत टच दिखा दिया। तुम जा रही हो ना? और मुझे जैसे में बहुत जोर से चिल्लाया ना। तभी तो तुम्हें सजा की जबरदस्त। सदा और क्या, तुम्हारे डैडी ने कहा तुम घर में रहने लायक ही नहीं हो। अच्छा उठा के तुम्हें भेज दिया गया बॉडी स्कूल। क्या देखा सी बकबक कर रही हो बॉबी? मत सुना रहा था बाबा, कोई हक पर नहीं होता इसकी बात का। ये सच है क्या आंटी? तो खाया ही नहीं राजू बाबा। എന്താ? मत आंटी बता। പേടിച്ചതാ. स्कूल सदा സിനിമ. हाँ बेटे, मैं उसे बहुत प्यार करता हूँ। मैं उससे शादी करना चाहता हूँ। പോ, ഇറങ്ങി പോ വേഗം. ആദ്യം എന്നെ ഇഷ്ടമാണെന്ന് പറ. അയ്യോ പോകാൻ. ആരെങ്കിലും കാണുന്നതിന് ഒന്ന് പോകാൻ. ഇഷ്ടമാണെന്ന് പറയാതെ പോകുന്ന പ്രശ്നമില്ല. ഞാൻ ദേ ആ ചായപ്പി കാണും. ഇനി നേരം വെളുത്താലും ശരി, മാലു അവിടെ വന്ന് എന്നെ ഇഷ്ടമാണെന്ന് പറയാതെ ഞാൻ പോവില്ല. ഓക്കെ? അങ്ങോട്ട് എവിടെ പോണു? ഇങ്ങോട്ട്. ഞാൻ അതിനകത്ത് ഇരിക്കാൻ പോവാ. എന്തിന്? അതൊക്കെ വേറെ പ്ലാനുണ്ട്, നീ വിട്. ഇത് തീക്കളിയാണ്. തീക്കളിയാണ് എനിക്കിഷ്ടം. രാമഭദ്ര പറയുന്നത്. അതോ